ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെവറോൺ സ്റ്റിച്ച് ആണ് അല്ലേ. ഷെവറോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. നമ്മളത് സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു മോട്ടീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഇതേപോലെ തന്നെ നമുക്കൊരു ബോർഡർ സ്റ്റിച്ചിൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതിന്റെ വേരിയേഷൻസ് മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുന്നത് നോർമൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, അതല്ലെങ്കിൽ അതിന്റെ ഒന്നോ രണ്ടോ വേരിയേഷൻസ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കാം. നമ്മുടെ കോഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വേരിയേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടെന്നല്ലാതെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഓരോ സ്റ്റിച്ചുകളും ബേസിക് ആയിട്ടുള്ള മാത്രമാണ് ചെയ്തു നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒന്നോ രണ്ടോ വേരിയേഷൻസ് മാത്രമേ നമ്മൾ നമ്മുടെ മോട്ടീഫിലേക്കൊക്കെ ചെയ്തു നോക്കുള്ളൂ. കൂടുതൽ വേരിയേഷൻസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിയേഷൻസിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. കൂടുതൽ വേരിയേഷൻസ് ഒക്കെ നമ്മൾ അതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലൈന് വരച്ചു കൊടുക്കണം. നമ്മൾ ഷെവറോൺ സ്റ്റിച്ചും ഹെറൻബോൺ സ്റ്റിച്ചും ഒക്കെ ചെയ്തതുപോലെ 2 ലൈന് വരച്ചു കൊടുക്കുക. രണ്ട് ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ലെയർ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു സൈഡിൽ ഞാൻ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ 2 ലൈന് വരച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലുള്ള ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു നൂല് താഴേക്ക് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനാണ് വരുന്നത്. അപ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ട്, അതായത് കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് സൂചി വീണ്ടും കുത്തി കൊടുക്കാം കേട്ടോ. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നൂല് പിടിക്കുന്ന ആ ഒരു രീതിയിലല്ല, അതിന്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഇവിടെയാണ് സൂചി കുത്തി എടുത്തിട്ടുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് സൂചി വീണ്ടും താഴേക്ക് കുത്തി കൊടുക്കാം. താഴേക്ക് കുത്തിയിട്ട് നമ്മൾ നൂല് ഫുള്ള് വലിക്കാതെ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈനില്ലേ, സൂചി കുത്തിയെടുത്ത ലൈന്, അതിന്റെ ഈ ഒരു ത്രെഡിന്റെ നേരെ മുകളിൽ നമുക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. ഈ ഒരു രീതിയിലാട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് സൂചിയുടെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് വലിച്ച് സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. ഒരു 7 എന്നൊക്കെ എഴുതുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ത്രെഡ് നമ്മൾ സൂചി കുത്തിയെടുത്തതിന്റെ ഒരു ജസ്റ്റ് ഒരു കോൺ ഷേപ്പിൽ നമുക്ക് സൂചി വീണ്ടും താഴേക്ക് കുത്തിയെടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൽ നേരെ മുകളിലായിട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് സൂചിയുടെ ബാക്ക് വശത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമുക്കിത് വലിച്ച് സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കാം. നമുക്കൊരു ബോക്സ് പോലെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റിലുള്ള ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ ഒരു 2 ലൈന് മാത്രമായിട്ട് വരുള്ളൂ. ബാക്കിയൊക്കെ വരുന്നത് ഇതുപോലെ നമുക്ക് ഒരു ബോക്സ് ടൈപ്പിലായിരിക്കും. ഈ ഒരു രീതിയിലാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇങ്ങനെ എടുത്ത് മുകളിലേക്ക് കുത്തി സൂചിയുടെ താഴ്വശത്തേക്ക് തന്നെ ഈ ത്രെഡ് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. മുകളിലേക്ക് വരരുത്. സൂചിയുടെ താഴ്വശത്തേക്ക് ഇതുപോലെ ത്രെഡ് കൊടുത്തിട്ട് നമുക്കിത് വലിച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുന്നത്. ഏകദേശം ഒരേ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരേ ഗ്യാപ്പ്, അതായത് നമ്മൾ ഓരോ സ്റ്റിച്ചിനും ഏകദേശം ഒരേ ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അധികം വലിക്കരുത് കേട്ടോ. അധികം വലിച്ചാൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഫ്രെയിമിൽ വെക്കാതെ ചെയ്യുന്നത് കൊണ്ട് അധികം വലിച്ചാൽ നമുക്ക് ത്രെഡ് വലിഞ്ഞു പോകും. ഇങ്ങനെയാണ് നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുന്നത്. നമുക്കിത് ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെയാണ് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുന്നത്. ഇതിന് എങ്ങനെയാണ് നമുക്ക് ഫിനിഷ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് നമ്മളൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ സൂചി താഴേക്ക് കുത്തി ഇറക്കിയിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിൽ നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോട്ടിഫിലേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിക്ചറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു മോട്ടിഫിലേക്ക് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മോട്ടിഫ് ഞാനിവിടെ ഫ്രെയിമിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ത്രെഡ് അതേപോലെ 3 ലെയർ ത്രെഡ് എടുത്ത് ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി എങ്ങനെയാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്ന ആ ഒരു പോർഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത്, പുറത്തേക്കല്ല. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉൾഭാഗത്തേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഇവിടെ വിട്ടതിന് ശേഷം താഴെ ജസ്റ്റ് താഴേക്ക് നമ്മൾ സൂചി കുത്തി ആ ഒരു ലൈനിലേക്ക് തന്നെ നമ്മൾ കുത്തിയെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മുടെ സ്റ്റിച്ച് ഉൾവശത്തേക്കാണ് വരേണ്ടത് കേട്ടോ. ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്നത് പോലെ 2 ലൈൻ വരച്ചിട്ടല്ല നമ്മൾ മോട്ടിഫ് ഒന്നും ചെയ്യുക. നമ്മൾ ഒറ്റ ലൈനിൽ തന്നെയാണ് മോട്ടിഫൊക്കെ ചെയ്യുന്നത്. അപ്പം ഏകദേശം നമ്മൾ ആ ഒരു സെക്കൻഡ് ലൈന് വരുന്ന ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ സൂചി കുത്തി എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മോട്ടിഫൊക്കെ ചെയ്തെടുക്കുക. കാരണം നമ്മൾ ലൈൻ സ്റ്റിച്ച് ബോർഡിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 2 ലൈനൊക്കെ വരച്ചു കൊടുത്ത് കറക്റ്റ് ആ ഒരു ലൈനിൽ മാത്രമാണ് ചെയ്തെടുക്കുക. പക്ഷെ നമ്മൾ പിക്ചറിലേക്കൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ 2 ലൈനൊന്നും വരച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു പിക്ചറിന് കണക്ക് ആകുന്ന രീതിയിൽ നമ്മൾ ഉള്ളിലേക്കാണ് നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ഏകദേശം വരുന്ന രീതിയിൽ തന്നെ നമുക്കിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഭാഗം ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് സൂചി നമുക്ക് കുത്തി താഴേക്ക് കൊടുത്തിട്ട് നമുക്ക് കെട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു സൈഡും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഞാൻ നമ്മുടെ മോട്ടിഫ് വലിയ ഫ്രെയിമിൽ നിന്ന് ചെറിയ ഫ്രെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഭാഗം കൂടി ചെയ്തെടുക്കാം. സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സൈഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ എല്ലാവരും ചെയ്ത് പഠിക്കുക കേട്ടോ. എല്ലാ ക്ലാസ്സും കണ്ടിന്യൂസ് ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 1-2 തവണ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. നമ്മുടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ബേസിക് ആയിട്ട് ചെയ്യുന്ന സ്റ്റിച്ചുകൾ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആരി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആരി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. എല്ലാവർക്കും ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഇതേപോലെ കോഴ്സ് കാര്യങ്ങളൊന്നും ക്യാഷ് കൊടുത്ത് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇതുപോലെ ക്യാഷ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്നവരായിരിക്കില്ല. നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും, അതേപോലെ ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ലാസ് കാണുക, വീഡിയോസ് എല്ലാവരും കാണുക, സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. ഒരു ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സൂചി താഴേക്ക് കുത്തി എടുത്തിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഭാഗത്ത് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരേ ഗ്യാപ്പ് ഇട്ട് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള സ്റ്റിച്ചുകൾ ചെയ്യുന്ന സമയത്ത് ഒരേ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് സൂചി താഴേക്ക് കുത്തി എടുത്തിട്ട് ഞാൻ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഒരു ഭാഗം ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെയാണ് സൂചി കുത്തിയെടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ താഴേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്, കെട്ടിട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റിച്ച് വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ.
ഈ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്ക് സൂചി കുത്തി ഇറക്കിയിട്ട് അവിടെ കെട്ടിയിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കി എടുക്കാം. നമ്മുടെ മോട്ടിഫിൻ്റെ ഇത്രയും ഭാഗങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുക്കാനുള്ളത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ചോ റണ്ണിങ് സ്റ്റിച്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു പോയിന്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ലെയർ ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഔട്ട്ലൈൻ സ്റ്റിച്ച് ഏതെങ്കിലും ബാക്ക് സ്റ്റിച്ചോ സ്റ്റെം സ്റ്റിച്ചോ കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ മോട്ടീഫ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെ കൊടുത്തത് കേട്ടോ. സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സ്റ്റിച്ചുകളും ഇങ്ങനെ ഇതേപോലെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. ഓപ്പോസിറ്റ് പുറത്തേക്കല്ല, ഉൾവശത്തേക്ക്, നമ്മുടെ പിക്ചറിൻ്റെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിലേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ മോട്ടിഫിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഉൾഭാഗത്തേക്കാണ് ഈ ഒരു സ്റ്റിച്ച് വരേണ്ടത്, പുറത്തേക്കല്ല കേട്ടോ. അപ്പം അത് പ്രത്യേകം ഓർത്ത് വെക്കണം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇതേപോലുള്ള വലിയ വലിയ ചിത്രങ്ങൾ, ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു, അതേപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മോട്ടിഫുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു സ്റ്റിച്ച് എങ്ങനെ യൂസ് ചെയ്യണം, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, എങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ അറിയാം. അപ്പം ആ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല വലിയ വലിയ പിക്ചേഴ്സൊക്കെ മോട്ടിഫായിട്ട് എടുത്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടിഫിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുന്നത്, ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കെട്ടിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്.
എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കെട്ടിട്ട് അവസാനിപ്പിച്ചിട്ടാണ് അടുത്ത ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്യണം. ബാക്ക് സൈഡ് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മോട്ടീഫിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റെക്കോർഡ് ബുക്കിലേക്ക് വെക്കുക. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ റെക്കോർഡ് ബുക്കിലേക്ക് ചെയ്തത് ഈ ഒരു വർക്കായിരുന്നു. ഇതേപോലെ വലിയ വലിയ പിക്ചേഴ്സ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തു, അതിൻ്റെ ഒരു മോട്ടീഫ് നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഓരോ ക്ലാസ്സിലും ചെയ്ത് കാണിക്കുന്ന സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. നന്നായിട്ട് മോട്ടീഫൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനി കമൻറ്റിൽ അറിയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. മോട്ടീഫൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഫോട്ടോ അയച്ചു തരാണെന്നെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എംബ്രോയ്ഡറീസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് നമ്മുടെ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേരിയേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിലും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേറൊരു സ്റ്റിച്ച് മോട്ടിഫായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.